ഉമേഷ്, ഇന്നിപ്പോൾ മുനമ്പം കമ്മീഷൻ റിപ്പോർട്ട് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് ഇന്നിപ്പോൾ സർക്കാരിന് സമർപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ആ കമ്മീഷൻ്റെ ഉദ്ദേശം തന്നെ അവിടുത്തെ മനുഷ്യരെ സംരക്ഷിക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ സർക്കാരിന് നൽകുക എന്നത് തന്നെയാണല്ലോ. അതിൻ്റെ കുറച്ച് വിവരങ്ങളൊക്കെ നമ്മുടെ മുൻപിലേക്ക് കഴിഞ്ഞ ദിവസം വന്നതാണ്, വളരെ പ്രധാനപ്പെട്ട നിയമപരമായ വശങ്ങളടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. അതെ മനു, ഏറ്റവും പ്രധാനപ്പെട്ട നടപടി ഇന്നുണ്ടാകുന്നു എന്നുള്ളതാണ്. ഈ മുനമ്പത്തെ ഭൂമി പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം കണ്ടെത്തുന്നതിനും അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നതിനും വേണ്ടിയാണ് സർക്കാർ ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ ജുഡീഷ്യൽ കമ്മീഷനായി നിയോഗിച്ചത്. അദ്ദേഹം ഈ സ്ഥലത്ത് നേരിട്ട് പോയി പ്രശ്നങ്ങൾ പഠിച്ചു, ഇതുമായി ബന്ധപ്പെട്ടവരെല്ലാം അദ്ദേഹം കേട്ടു. അതിനുശേഷം സമയബന്ധിതമായി തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് നേരത്തെ തന്നെ അദ്ദേഹം വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ ഇന്ന് അദ്ദേഹം ഈ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. രാവിലത്തെ മന്ത്രിസഭാ യോഗമുണ്ട്, അതിനുശേഷം ആ യോഗം അവസാനിച്ച ശേഷമായിരിക്കും ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ ഈ സർക്കാരിന് ഈ മുനമ്പത്തെ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുക. ഏതാണ്ട് 70ഓളം പേജ് വരുന്ന റിപ്പോർട്ടാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പൊതുതാൽപര്യം മുൻനിർത്തി സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാനടക്കം ഈ നിയമത്തിൽ വ്യവസ്ഥയുണ്ട് എന്ന കാര്യം ഇതിൽ പറയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ആവശ്യമെങ്കിൽ പൊതുതാൽപര്യം കണക്കിലെടുത്ത് മുനമ്പത്തെ ഭൂമി സർക്കാർ ഏറ്റെടുക്കണം എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നതായാണ് വിവരം ലഭിക്കുന്നത്. മുനമ്പത്തെ ഭൂമിയുടെ ഉടമസ്ഥാവകാശം പ്രദേശവാസികൾക്ക് ഉറപ്പിക്കാൻ സർക്കാർ ശക്തമായി ഇടപെടണം എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പ്രദേശത്തെ 600ഓളം കുടുംബങ്ങൾ അവരെ കുടിയിറക്കിയുള്ളൊരു പരിഹാരം സാധ്യമല്ല എന്നുള്ളത് തന്നെയായിരുന്നു സർക്കാരിൻ്റെ ഒരു ലൈൻ. അത് തന്നെയായിരുന്നു അവരുടെ ഭൂമിയിലുള്ള അവകാശം ഉറപ്പാക്കിക്കൊണ്ട് ഈ തർക്കത്തിനൊരു പരിഹാരം എന്നുള്ളത് തന്നെയായിരുന്നു സർക്കാർ ലൈൻ. അതിന് എന്ത് നിർദ്ദേശം എന്നുള്ളതാണ്, അതിനെന്ത് പരിഹാരം എന്നുള്ളത് തന്നെ ഈ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ടിൽ ശുപാർശ ചെയ്യുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതാണ് ആവശ്യമെങ്കിൽ ഈ പൊതുതാൽപര്യം മുൻനിർത്തി ഭൂമി ഏറ്റെടുക്കുന്നതടക്കം ഉള്ള നിർദ്ദേശങ്ങൾ ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ വഖഫ് ബോർഡുമായും ഫറൂഖ് കോളേജുമായും സർക്കാർ ചർച്ച നടത്തണം എന്ന ഒരാവശ്യം കൂടി ഈ ജുഡീഷ്യൽ കമ്മീഷൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്നും സൂചനകൾ ലഭിക്കുന്നുണ്ട്.